ഞാൻ എൻ്റെ ബൈബിൾ കോളേജ് പഠനത്തിൻ്റെ പ്രാരംഭ വേളയിൽ അന്ന് രജിസ്ട്രേഷൻ ഫീസ് 14,500 രൂപ അടയ്ക്കേണ്ട ആ ഒരു സമയം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് ഫീസ് അടയ്ക്കാൻ പൈസ വേണം. പിതാവ് ആ സമയത്ത് നല്ല ചിലവുള്ള സമയമായതുകൊണ്ട് എവിടെ നോക്കിയോ പൈസ സംഘടിപ്പിച്ച് എൻ്റെ കാര്യത്തിൽ കൊണ്ടുതന്നു. സൂക്ഷ്മം 14,000 രൂപ കയ്യിലുണ്ട്. ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ, ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് കടം മേടിച്ച് പഠിക്കാൻ വേണ്ടിയല്ല. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഫീസ് അടയ്ക്കുവാൻ കർത്താവ് മതിയായവനാണ്. കയ്യിൽ കിട്ടിയ പൈസ ഞാൻ തിരിച്ച് പപ്പയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എവിടെ നിന്നാണ് മേടിച്ച് അവിടെ തന്നെ കൊണ്ടു കൊടുത്തു. ലോകത്തിലെല്ലാ പിതാവും മാതാക്കളും ഒക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു കുഞ്ഞിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വന്തം മാതാവും പിതാവും അല്ലേ ഉള്ളൂ. ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്തതാ. പപ്പ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, നിനക്ക് വേണേ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ല ഞാൻ കൊണ്ടു കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് കൊണ്ടു കൊടുത്തു. എനിക്കറിയത്തില്ല എവിടെ നിന്നാ ധൈര്യം എനിക്ക് കിട്ടിയത്. ഞാൻ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവേ, കിട്ടിയ നന്മ ഞാൻ വേണ്ടെന്ന് വെച്ചു. വെറുതെ കിട്ടിയതാ, ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ കിട്ടിയ നന്മയാണ് വേണ്ടെന്ന് വെച്ചു. കർത്താവ് എൻ്റെ ലൈഫിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണേ. ഞാൻ പ്രാർത്ഥിച്ചു, ഒറ്റ വാക്കേ പ്രാർത്ഥിച്ചുള്ളൂ, ഒറ്റ വാക്കേ പ്രാർത്ഥിച്ചു. ഞാൻ നീണ്ട സമയമൊന്നും ഇരുന്ന് പ്രാർത്ഥിച്ചില്ല. കർത്താവ് വിശ്വാസത്തെ കാണുന്നവനാണ്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വെക്കുന്ന ഓരോ കാൽച്ചുവടുകളെയും സൂക്ഷിച്ച് നോക്കുന്ന ഒരു കർത്താവ് സുഖത്തിലുണ്ട്. ഞാൻ അന്ന് വൈകിട്ടൊരു ഭവനത്തിൽ എൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളെല്ലാം കൂടെ ചെന്ന് കടന്നുപോയി. ആ ഭവനത്തിൽ എൻ്റെ ഒരു കസിനാണ്. ഞാൻ എൻ്റെ ബൈബിൾ കോളേജിലെ രജിസ്റ്റർ ഫീസിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, മോനെ, ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമല്ലേ, എത്രയാണ് രജിസ്ട്രേഷൻ ഫീസ്? ഞാൻ പറഞ്ഞു, 14,000 രൂപയാവും എന്ന് പറഞ്ഞു. ആ അങ്കിൾ 10,000 രൂപ കൈവച്ചിട്ടാണ് ചോദിക്കുന്നത് എൻ്റെ അടുത്ത്. 14 എന്ന് കേട്ടപ്പോൾ റൂമിലോട്ട് പോയി 4 രൂപയും കൂടെ എടുത്തുകൊണ്ട് മൊത്തം കൂടി ഒരുമിച്ച് എന്നിട്ട് എൻ്റെ കരത്തിൽ കൊണ്ട് പറഞ്ഞു, മോനെ, ഇത് വെച്ചോ, രജിസ്ട്രേഷൻ ഫീസ് അടച്ചോ. നമ്മൾ സേവിക്കുന്ന ദൈവമല്ല. ഞാൻ എന്ന് വേണ്ടെന്ന് വെച്ചോ അന്ന് തന്നെ കർത്താവ് എൻ്റെ കരത്തിൽ നന്മ കൊണ്ടുതന്നു. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും വേണ്ടെന്ന് വെച്ചാൽ കർത്താവ് നിന്നെ അതിനപ്പുറമായി മാനിക്കും. നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായി തീരും.